വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOSന്റെ സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സുകളെ, അതിൽ ആ ബിസിനസ് ട്രാൻസാക്ഷനുകളുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, സോഴ്സ് ഡോക്യുമെന്റിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അഥവാ വൗച്ചേഴ്സ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ വൗച്ചേഴ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ, അഥവാ ബിസിനസ്സും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാല്യൂസ് എക്സ്ചേഞ്ച് ആവുന്ന രീതിയിലുള്ള ഇടപാടുകൾ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അഥവാ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ ബിസിനസ്സും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ഇടപാടിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം, മണി ഈസ് വർത്ത് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊണ്ടുപോയി, അല്ലേ? സാധനം വാങ്ങിച്ചു കൊണ്ടുപോയാൽ എന്താണ്, അത് പൈസയ്ക്ക് മൂല്യമുള്ള സാധനമാണ്. സോ അതെന്നാലത്തെ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. നേരെ മറിച്ച് വേറൊരു വ്യക്തി വന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു, കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോയി, നമ്മളോട് കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോയി. അവിടെ എന്തെങ്കിലും ആ ഒരു വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ ബിസിനസ് ആ ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ടോ? ഇല്ല, അല്ലേ? അയാൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് പോയി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, അതൊരു ബിസിനസ് ഇവന്റ് ആണ് നമുക്ക് പറയാം, അതൊരു ഇവന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പം ഇതിൽ അതുപോലെ തന്നെ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് എന്ത്, സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോഴ്സ് ഡോക്യുമെന്റ്സ് തന്നെയാണ് നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ്സിന്. അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടാണ് നമ്മൾ എന്ത്, ഈ ഒരു സോഴ്സ് ഡോക്യുമെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് അക്കൗണ്ട്സിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ട് തെളിവുകൾ ആവശ്യമാണ്. സോ ആ തെളിവാണ് എന്ത്, സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ സോഴ്സ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഇൻവോയ്സസ് സോഴ്സ് ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ റെസിപ്റ്റ്സ്, പർച്ചേസ് ഓർഡേഴ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊക്കെ എന്താണ്, സോഴ്സ് ഡോക്യുമെന്റ്സുകളാണ്. ഇത് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് ബുക്കുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് നമുക്ക് രേഖപ്പെടുത്താം. ഓക്കെ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഒരുപാട് തരത്തിലുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് പഠിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നു: ഡെബിറ്റ് വൗച്ചേഴ്സും ക്രെഡിറ്റ് വൗച്ചേഴ്സും. റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ വാല്യൂ ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട് സച്ച് ആസ് ദ പർച്ചേസ് ഓഫ് ആൻ അസറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് എക്സ്പെൻസ്. അതായത് പേയ്മെന്റുകളും അതുപോലെ തന്നെ എക്സ്പെൻസുകളൊക്കെ രേഖപ്പെടുത്തുന്ന വൗച്ചേഴ്സ് ആണ് ഡെബിറ്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത് റെക്കോർഡ്സ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ടു ആൻ അക്കൗണ്ട് സച്ച് ആസ് റെസിപ്റ്റ്സ് ഓഫ് റവന്യൂ ആൻഡ് റീപേയ്മെന്റ് ഓഫ് ലയബിലിറ്റി. അതായത് നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയതും ലയബിലിറ്റി തിരിച്ചടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന റെസിപ്റ്റുകളാണ് ക്രെഡിറ്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരുപാട് വൗച്ചേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം, നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ അക്കൗണ്ട്സിന്റെ കൺസെപ്റ്റ്സും അതുപോലെ തന്നെ കൺവെൻഷൻസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്നാണ് എല്ലാ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ് എന്നുള്ള ഒരു സംവിധാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, അത് ജസ്റ്റ് ഒരു ഇൻട്രോ രൂപത്തിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു അക്കൗണ്ട്സിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, എന്താണ്, നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വാല്യൂ ഉള്ളതാണെന്ന് നോക്കുന്നു, അതായത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സോഴ്സ് ഡോക്യുമെന്റ് വെള്ളത്തിൽ നമ്മൾ ആദ്യത്തെ ബുക്കായിട്ടുള്ള ജേണൽ എൻട്രീസിലോട്ട് നമ്മൾ മാറ്റുന്നു. ജേണലെ കുറിച്ച് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ശേഷം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ജേണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെഡ്ജറിലോട്ടാണ് അത് എൻട്രി ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടുകളിലോട്ട് നമ്മൾ മാറുന്നു, അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലോട്ട് നമ്മൾ മാറുന്നു. അതാണ് ട്രയൽ ബാലൻസും അതുപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് അക്കൗണ്ട്സുകൾ. ഓക്കെ, ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിൽ ഒന്നാണ് എന്ത്, അക്കൗണ്ടിങ് ഇക്വേഷൻ, എഫക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട്, ആൻഡ് എഫക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ.
അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും അടിത്തറയാണ് എന്ത് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്ത് ബേസിസിലാണ്? നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസിസിലാണ്. സോ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി ഷെയർസ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ ഒരു അക്കൗണ്ടിങ് സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്താണ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട സംഭവമാണ്. അതിന് തിരിച്ചൊക്കെ നമുക്ക് ഇടാം. അതായത് നമുക്ക് സമത്തിന്റെ അപ്പുറത്തോട്ടൊക്കെ നമുക്ക് ലാബിലിറ്റി മാറ്റിയിട്ട് അസറ്റ് മൈനസ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ എന്താ നമുക്ക് ആ രൂപത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോബ്ലംസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്, അഥവാ നമ്മൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ വർക്ക് ആകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അഥവാ നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ പോലെ ഈ ട്രാൻസാക്ഷൻ്റെ അസറ്റും ലാബിലിറ്റിയും ഇക്വിറ്റിയൊക്കെ ആക്കി മാറ്റി കഴിഞ്ഞാലും ഇത് രണ്ടും ഈക്വൽ ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് നമുക്ക് എന്താണ് അസറ്റ്, എന്താണ് ഇക്വിറ്റി, എന്താണ് ലയബിലിറ്റീസ് എന്നുള്ള ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അസറ്റ്. റിസോഴ്സസ് ഓൺഡ് ബൈ ദ ബിസിനസ്, അല്ലേ? ബിസിനസ്സിന് സ്വന്തമായിട്ട് ബിസിനസ് ഓൺ ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാര്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓണേഴ്സ് ക്ലെയിം ഇൻ ദ ബിസിനസ് അസറ്റ്സ് റെപ്രസെന്റഡ് ബൈ ദ ക്യാപിറ്റൽ. അതായത് ഓണേഴ്സ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അമൗണ്ട് നമ്മൾ പൊതുവെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഓണേഴ്സിന് നമ്മുടെ ബിസിനസിന്റെ മേലിലുള്ള ക്ലൈമിനെയാണ് നമ്മൾ പൊതുവെ ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. നോർമലി നമ്മളിവിടെ ക്യാപിറ്റൽ എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓണേഴ്സിന്റെ ഫണ്ടിനെയാണ് നമ്മൾ പൊതുവെ ക്യാപിറ്റൽ എന്നൊക്കെ പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് ദ ബിസിനസ് ഓഫ് ടു അതേഴ്സ്. അതായത് ബിസിനസ് പുറത്തോട്ട് കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അതായത് മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ബിസിനസിന്റെ ബാധ്യതകൾ പെടുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ്, ഇതാണ് ഇതിന്റെ അക്കൗണ്ട്സിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ഇത് പ്രകാരമാണ് നമ്മൾ ഈവൻ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ട്രാൻസാക്ഷൻ നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, അനൂപ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2,50,000. ഓക്കെ, അതായത് അനുജ് എന്ത് ചെയ്തിട്ടുണ്ട്, അനൂപ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ₹2,50,000 വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കണം, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ? അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതൊരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ആദ്യം അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് നമുക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇക്വേഷനിലോട്ട് നമുക്ക് ഇട്ട് നോക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ അനൂപ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അനൂപ് എന്ത് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓണർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഫണ്ടിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കാറുള്ളത്, നമ്മൾ അതിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? ക്യാപിറ്റൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. സോ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ക്യാപിറ്റൽ എത്രയാണ്? 2.5 lakh, അല്ലേ? 2.5 lakh. അതുപോലെ തന്നെ ഈ ക്യാപിറ്റലിനെ എന്തായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലേ? ഈ ക്യാപിറ്റലിനെ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ക്യാപിറ്റൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം, ഗുഡ്സ് ആയിട്ട് കൊണ്ടുവരാം, മറ്റു രൂപത്തിലൊക്കെ നമുക്ക് കൊണ്ടുവരാം, അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു വസ്തു എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ആണ്, അല്ലേ? ക്യാഷ് അല്ലേ? ക്യാഷ് എത്രയാണ്? ക്യാഷും 2.5 lakh അല്ലേ? ഇത് മുഴുവൻ എന്താണ്? ക്യാപിറ്റൽ മുഴുവൻ ക്യാഷ് ആയിട്ടല്ല കൊണ്ടുവന്നിട്ടുള്ളത്. ഷോ എന്താണ്? അത് 2.5 lakh ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഇക്വേഷനിൽ ഇട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇവിടെ അസറ്റ് ഇല്ലല്ലോ, അസറ്റ് എന്താ ഇല്ലാത്തതെന്നുള്ളത്. ക്യാഷ് എന്തിൽ വരുന്ന ഐറ്റാണ്? ക്യാഷ് അസറ്റിൽ വരുന്നതല്ലേ? ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ പഠിച്ചു പോകുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അസറ്റിൽ വരുന്നതാണ് എന്ത്? ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അസറ്റ് കിട്ടി കഴിഞ്ഞു, അല്ലേ? അസറ്റ് കിട്ടി. അതുപോലെ തന്നെ ലാബിലിറ്റി ഇവിടെ ഉണ്ടോ? ഇവിടെ ലാബിലിറ്റി ഉണ്ടോ? ഇല്ല, ലാബിലിറ്റി ട്രാൻസാക്ഷനിൽ ഇല്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഉണ്ടോ ഈ ട്രാൻസാക്ഷനിൽ? ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം ചെയ്ത് നോക്കാം. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അല്ലേ? അസറ്റ് ഈസ് ഈക്വൽ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ അവിടെ നമുക്ക് അസറ്റ് എത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? അസറ്റ്, അതായത് അവിടെ എന്തുണ്ടായിരുന്നു, നമുക്ക് അസറ്റിൽ വരുന്ന ക്യാഷ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? ₹2,50,000, അല്ലേ? സീക്വൽ ടു ലാബിലിറ്റി നമുക്ക് ആ ട്രാൻസാക്ഷനിൽ ഇല്ലായിരുന്നു, പ്ലസ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, അല്ലേ? ₹2,50,000 തന്നെയല്ലേ ക്യാപിറ്റല്? ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇവിടെ എത്രയാണ്? നമുക്ക് രണ്ട് നോക്കാം. 2,50,000 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ളത് 2,50,000 തന്നെയാണ്.
രണ്ട് ഈക്വലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാൻസാക്ഷൻ കൂടി ചെയ്ത് നോക്കാം. നമുക്കത് അതും ഈക്വൽ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 35,000 രൂപ. ഇനി എന്ത് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്കാണ്? 35,000 രൂപയ്ക്ക് എന്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുക? പർച്ചേസ്ഡ് ഗുഡ്സ് ആണ് അല്ലേ, പർച്ചേസ് ആണ്. ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്? നമുക്ക് ഗുഡ്സ് വരുന്നുണ്ട്. ഗുഡ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പർച്ചേസ് ചെയ്യാണ് അല്ലേ. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് സ്റ്റോക്ക് അല്ലേ. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ആയിട്ട് കാണിക്കാം. ഗുഡ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്, നമുക്ക് റീസെയിലിനുള്ള സാധനമാണെങ്കിലും നമ്മളതിന് നമ്മുടെ സ്റ്റോക്കാണ്, നമ്മുടെ സ്റ്റോക്ക് കൂടുന്നുണ്ട് അല്ലേ. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തിലാണ്? അസറ്റിൽ വരുന്ന സാധനമാണ്. സ്റ്റോക്ക് അസറ്റിൽ വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എന്ത് കൊടുത്തിട്ടാണ് സാധനം വാങ്ങിയിട്ടുള്ളത്? ക്യാഷ് കൊടുത്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതില് ക്യാഷ് വരുന്നുണ്ട് അല്ലേ, ക്യാഷ് നമുക്കിതിൽ വരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, അപ്പൊ ക്യാഷ് എന്തിൽ വരുന്നതാണ്? അസറ്റിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അസറ്റിന്റെ കീഴിൽ എന്തൊക്കെയാണ്? ക്യാഷും സ്റ്റോക്കും അസറ്റിന്റെ കീഴിലാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് എന്താണ്, നമുക്ക് ഗുഡ്സ് സാധനങ്ങൾ കൂടുന്നുണ്ട്, ഒരു സ്ഥലത്ത് നമുക്ക് ക്യാഷ് കുറയുവാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ട്രാൻസാക്ഷനിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ് ഇത് ചേഞ്ച് ആവുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അസറ്റ് സൈഡിൽ നമുക്ക് എന്തൊക്കെയാണ്? അസറ്റ് സൈഡിൽ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റോക്ക് വരുന്നുണ്ട് അല്ലേ, സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്താണ്? പ്ലസ് 35,000 ആണ് നമുക്ക് എന്തുള്ള സ്റ്റോക്ക് ഉള്ളത് അല്ലേ. സ്റ്റോക്കിന്റെ വാല്യൂ 35,000 വാല്യൂക്കുള്ള സ്റ്റോക്ക് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് വരുന്നത്? പിന്നെ നമുക്ക് ക്യാഷ് ആണ് അല്ലേ. ക്യാഷ് എങ്ങനെയാണ്? ക്യാഷ് മൈനസ് 35,000 രൂപയാണ്. ക്യാഷ് മൈനസ് 35,000 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ക്യാഷ് മൈനസ് 35,000 രൂപയാണ് വന്നിട്ടുള്ളത്. ലയബിലിറ്റീസ് ഈ ട്രാൻസാക്ഷനിൽ ഇല്ല, പ്ലസ് ക്യാപിറ്റലിന് വ്യത്യാസമൊന്നുമില്ല, അതായത് മാറ്റില്ല എന്നർത്ഥം. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം വീണ്ടും ഇത് ഈക്വൽ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടോ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 2,50,000 നമ്മളെ ക്യാഷ് ഉണ്ടായിരുന്നത്, അതിലോട്ട് എന്തായി? 35,000 രൂപ കൂടുകയും ചെയ്തു, 35,000 രൂപ കുറയുകയും ചെയ്തു. എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? ഇല്ല അല്ലേ, സെയിം അമൗണ്ട് തന്നെയാണ് കിടക്കുന്നത്. സീക്വൽ ഇവിടെ എന്താണ്? ഇവിടെ 0 തന്നെയാണ്. ഇവിടെ എന്താ? 1,50,000, മാറ്റമൊന്നുമില്ല. അപ്പൊ ഇതുപോലെ നമ്മൾ ഇനി ഏത് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയാണ് വരിക? നമുക്ക് ആ ഒരു നമ്മുടെ ആ ഇക്വേഷൻ എപ്പോഴും നമുക്ക് എന്തായിരിക്കും? ക്ലിയർ ആയിരിക്കും. അതായത് അതിൽ ഈക്വൽ ആയിട്ട് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് ട്രാൻസാക്ഷൻസ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അക്കൗണ്ട് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. അക്കൗണ്ട് ഇക്വേഷൻ നമ്മളൊന്ന് ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാന ഭാഗമാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതായത് നമ്മുടെ അക്കൗണ്ട് ഇക്വേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ആക്കുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രെഡിറ്റ് ആക്കുന്നത് എന്നുള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഒരു ടാബിൾ, ഈ ഒരു ടാബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർട്ടായിട്ട് പഠിക്കുക ചെയ്യുക. അത് മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് അക്കൗണ്ടുകൾ, അസറ്റിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ഇവിടെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ട്രാൻസാക്ഷൻസ് തന്നെ നമ്മൾ 5 ടൈപ്പാക്കി തിരിച്ചിരിക്കുകയാണ്. 5 അക്കൗണ്ട് ടൈപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിലൊന്ന് അസറ്റ് ആണ്, ഒന്ന് ലയബിലിറ്റി ആണ്, ഒന്ന് ഇക്വിറ്റി ആണ്, ഒന്ന് റവന്യൂ ആണ്, ഒന്ന് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 ടൈപ്പ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഒരു ടൈപ്പ് അക്കൗണ്ടുകളുടെ വാല്യൂ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അക്കൗണ്ടുകൾ തരംതിരിക്കുന്നത്, നമ്മൾ അക്കൗണ്ടുകൾ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലിനി ഫസ്റ്റ് വൺ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാബിലിറ്റി ഈ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻക്രീസ്, അതായത് കൂടുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ലാബിലിറ്റി കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇക്വിറ്റി മീൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, കൂടുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റവന്യൂ എന്താണ്, കുറയുന്ന സമയത്ത് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അത് കൂടുന്ന സമയത്ത്, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റും ചെയ്യുന്നു. ഇനി എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഡിക്രീസ് ചെയ്യുന്ന സമയത്ത്, കുറയുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ ഒരു റൂള് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർട്ട് പഠിക്കുന്നത് ചെയ്യാം. ഓക്കെ, ഈ റൂള് ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് നമുക്ക് ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജേണൽ എൻട്രീസ് ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിരിക്കും. കാരണം ഒരു ട്രാൻസാക്ഷൻ്റെ ജേണൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ വെച്ചിട്ടുള്ള ഏത് മേഖലയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, അനൂപ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2,50,000.
ഓക്കെ, നമ്മളിതിൽ പറഞ്ഞു നമുക്കിതിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നതും വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാഷും വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ക്യാഷ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്യാപിറ്റൽ എന്ന് പറയുന്നതിന്റെ അണ്ടർ ഏത് അക്കൗണ്ട് ടൈപ്പാണ്? ക്യാപിറ്റൽ ടൈപ്പ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ടൈപ്പ് ആണെന്നും പറഞ്ഞു. ഇനി ഇതിൽ ഏതാണ് കുറയുന്നത്, ഏതാണ് കൂടുന്നത്, ഏതിന്റെ വാല്യൂ ആണ് കൂടുന്നത്, ഏതിന്റെ വാല്യൂ ആണ് കുറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ മനസ്സിലാക്കിക്കൂടെ? നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തിന്റെ വാല്യൂ കൂടുന്നത്? ഫസ്റ്റ് ക്യാപിറ്റൽ അല്ലേ, പുതുതായിട്ട് പൈസ വരികയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 0 ആയിരുന്നു ഇതുവരെ. ബിസിനസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ പുതുതായിട്ട് ഒരു പൈസ ക്യാപിറ്റൽ എന്ന രൂപത്തിൽ കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടും 0-ൽ നിന്ന് എത്ര എത്തി? 2,50,000 എത്തിയില്ലേ? അപ്പൊ എന്തായി? ക്യാപിറ്റലിന്റെ വാല്യൂ ഇൻക്രീസ് ആയി, കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ക്യാഷും എന്തായിരുന്നു? ഇതുവരെ 0 ആയിരുന്നു, 0 ആയിരുന്നു. ഇനി എന്താണ്? ക്യാഷ് എന്തായി? ഇനിയിപ്പോ 0-ൽ നിന്ന് നേരെ 2,50,000 അല്ലെ, 2,50,000 മാറിയിട്ടുണ്ട്. സോ ക്യാഷിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? രണ്ടിന്റെ വാല്യൂ നിങ്ങൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ട് ടൈപ്പിന്റെ വാല്യൂ ഇൻക്രീസ് ആണ്, ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് ടൈപ്പിന്റെ വാല്യൂ ഇൻക്രീസ് ആണ്. അപ്പൊ നമുക്കിനി നമ്മുടെ റൂൾസ് നോക്കാം. റൂൾസ് നോക്കിക്കൂടെ? റൂൾസ് നോക്കി കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, റൂൾസ് ചെക്ക് ചെയ്യാം അല്ലേ. റൂൾസ് ഇക്വിറ്റി അല്ലേ, ഇക്വിറ്റി ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഇക്വിറ്റി ഇൻക്രീസ് ആയത്, അതായത് ക്യാപിറ്റൽ അവിടെ എന്തായിരുന്നു? ഇൻക്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? റൂൾ പ്രകാരം നമ്മൾ കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. സോ ക്യാപിറ്റൽ എന്താണ് അവിടെ? ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. നേരെ മറിച്ച് അസറ്റുകൾ, അസറ്റ് അല്ലേ, ക്യാഷ് എന്തിൽ വരുന്നതാണ്? അസറ്റിൽ വരുന്നതാണ്. അപ്പോൾ ക്യാഷിന്റെ വാല്യൂ അവിടെ എന്ത് ചെയ്യാണ്? അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ? ഇൻക്രീസ് ആയിരുന്നോ ഡിക്രീസ് ആയിരുന്നോ? കുറവായിരുന്നോ കൂടുതലായിരുന്നോ? കൂടുതലായിരുന്നു, റൈറ്റ്. അപ്പോൾ അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ അതിന് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആണ്. നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ എഴുതേണ്ടി വരിക? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ എഴുതാൻ പറ്റുക നോക്കാം അല്ലേ. ഫസ്റ്റ് എന്താണ്? നമുക്ക് ക്യാഷിനെ ഡെബിറ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ജേണൽ എൻട്രിയുടെ റൂള് പ്രകാരം നിങ്ങൾ പഠിക്കാനുള്ളതാണ്, എന്നിരുന്നാലും പറയാണ്, ജേണൽ എൻട്രിയുടെ റൂള് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡെബിറ്റ് ബാലൻസുകളെ എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ജേണലാക്കി എഴുതുന്നില്ല, നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ ഏറ്റവും മുകളിൽ ഡെബിറ്റ് ബാലൻസുകളാണ് എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം നമ്മളെപ്പോഴും ജേണലൊക്കെ എഴുതുന്ന സമയത്ത് എപ്പോഴും ഡെബിറ്റ് ബാലൻസുകളെ മുകളിൽ എഴുതാം. ആ രൂപത്തിൽ തന്നെ എഴുതി ശീലിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്യാഷ് അല്ലേ, ക്യാഷ് അക്കൗണ്ട് ആണ്. എന്ത് ബാലൻസ് ആണ് ഇതിന് ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഈ A/C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിന്റെ ഷോർട്ട് ആണ് കേട്ടോ. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്? അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. നമ്മളിത് എങ്ങനെ മനസ്സിലാക്കിയേ? നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, നമുക്ക് വേറൊരു ട്രാൻസാക്ഷൻ കൂടി ചർച്ച ചെയ്യാം. ഓക്കെ, നമ്മളൊരു പർച്ചേസിന്റെ കാര്യം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് റെന്റ് എന്ന് പറയുന്നത്. പെയ്ഡ് റെന്റ് എന്ത് ചെയ്തു? പേ ചെയ്തു. എത്രയാണ്? 7 രൂപയാണ് പേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണ് അല്ലേ. നമ്മളുടെ ബിസിനസ് ഡെയിലി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് വരുന്ന ചെലവുകളാണ്. അപ്പോൾ അത് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ റെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. റെന്റ് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ് നമുക്ക് മനസ്സിലായി? റെന്റ് എക്സ്പെൻസസിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി. എക്സ്പെൻസസിന്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ എന്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്? ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. 7 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് എന്തിന്റെ അണ്ടറിലാണ്? ക്യാഷ് അസറ്റിന്റെ ആണ് അല്ലേ. അസറ്റിന്റെ അണ്ടറിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഏത് വാല്യൂ ആണ് കുറച്ചിട്ടുള്ളത്, ഏത് വാല്യൂ ആണ് കൂടിയിട്ടുള്ളത് മനസ്സിലാക്കണ്ടേ? ഓക്കെ, നോക്കാം. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ നമ്മുടെ എക്സ്പെൻസുകൾ, നമുക്ക് ചെലവുകൾ എത്രയായിരുന്നു? 0 ആയിരുന്നു, റൈറ്റ്. പുതിയൊരു സ്ഥാപനം തുടങ്ങുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ 0-ൽ നിന്ന് എന്തായി? പുതിയൊരു ചെലവായിട്ട് നമുക്ക് വരികയാണ്. റെന്റ് എന്ന് പറയുന്ന പുതിയൊരു ചെലവ് നമുക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും എന്തായി? എക്സ്പെൻസിന്റെ വാല്യൂ ഇൻക്രീസ് ആയി അല്ലേ. റെന്റിന്റെ വാല്യൂ കൂടി, അതായത് എക്സ്പെൻസിന്റെ വാല്യൂ കൂടിയിട്ടുണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്? നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്താണ്? ക്യാഷ് കുറയല്ലേ. ഓക്കെ, ക്യാഷ് ഡിക്രീസ് ആയി. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ റൂള് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റെന്റ് ഇൻക്രീസ് ആണ്, അതായത് എക്സ്പെൻസ്, റെന്റ് എക്സ്പെൻസിന് അണ്ടറിൽ വരുന്നതാണ് റെന്റ്. ഓക്കെ, അത് ഇൻക്രീസ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് ഡിക്രീസ് ആണ്. ഓക്കെ, നമുക്ക് റൂൾസ് എടുക്കുന്ന സമയത്ത് എക്സ്പെൻസ് ഇൻക്രീസ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സ്പെൻസ് ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് ഡിക്രീസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടതാണെന്ന് കിട്ടിയില്ലേ. റെന്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റും ചെയ്യണം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കി ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതിൽ ചാപ്റ്ററിൻ്റെ മറ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ നാഷണൽ അക്കാഡമിൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് നമുക്ക് നാഷണൽ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, നാഷണൽ അക്കാഡമിൻ്റെ ആപ്പിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് എല്ലാ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നാഷണൽ അക്കാഡമിൻ്റെ ടീമുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗങ്ങളാണ്, ഈ 2 കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ എക്സാമിനൊക്കെ പൊതുവെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണെന്ന് നോക്കാം. വരുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ചർച്ച ചെയ്യാം. സോ ഇതിൽ പൊതുവെ വരാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ്. നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻസ് പ്രൂവ് ചെയ്യുന്ന ഒരു കോൾ ആയിട്ടാണ് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കുക. അതായത് നമ്മൾ ഇപ്പോൾ നേരത്തെയാണ് അവിടെ ചെയ്ത് കാണിച്ചില്ലേ, ആ രൂപത്തിൽ തന്നെ. അതായത് നമുക്ക് എന്തുണ്ടാവും, ട്രാൻസാക്ഷൻസ് തരും. സോ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, അസറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ഒക്കെ എഴുതിയിട്ട് പ്ലസ് മൈനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, ആ രൂപത്തിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ വരുന്നത് ഇതുപോലെ ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതായത് സ്റ്റേറ്റ് ദി മീനിങ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 2 വ്യക്തികൾ തമ്മിൽ മണീസ് വർത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂസ് ഉള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഇടപാടുകളെയാണ് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്, ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നൊക്കെ വിളിക്കാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വാട്ട് ഈസ് മെന്റ് ബൈ അക്കൗണ്ടിങ് വൗച്ചർ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ബ്രീഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് കാണുന്നത് അല്ലേ, അതായത് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ഒരുപാട് എക്സാമ്പിൾസുകൾ ഉണ്ട്. അതായത് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഉണ്ട്. അതായത് ട്രാൻസാക്ഷൻ വൗച്ചർ ഉണ്ട്, ഡെബിറ്റ് വൗച്ചർ ഉണ്ട്, ക്രെഡിറ്റ് വൗച്ചർ ഉണ്ട്, ഒരുപാട് വൗച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ പൊതുവായിട്ട് വരുന്നത്. ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള നമുക്ക് പൊതുവെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഇതിന് പൊതുവെ വരാറുള്ളത്. ഓക്കെ, ജസ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെയാണ്, കാരണം ബേസിക്കിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ഒക്കെ നമുക്ക് നാഷണൽ അക്കാഡമിയുടെ ആപ്പുകളിലും നാഷണൽ അക്കാഡമിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.